ഗായ്സ്, അപ്പോൾ ഇന്നാണ് നമ്മുടെ കോളേജിലെ ഓണം പ്രോഗ്രാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നീച്ച് വരുമ്പോഴേ നമ്മുടെ ഹോസ്റ്റൽ ഇതുപോലെ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം റെഡി ആയിട്ട് കോളേജിൽ പോയി. കാരണം ഇന്നത്തെ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അവിടെ പോയിട്ട് സാധനങ്ങളെല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാട്ടോ. ഞങ്ങൾ അവിടെ ചെന്നപ്പം അവിടെ ആരും എത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും വരുള്ളൂ. പ്രോഗ്രാം ഒരു 10 മണിയെന്ന് പറഞ്ഞാലും നമ്മുടെ എല്ലാവരുടെയും ഒരുങ്ങി വരുമ്പോഴേക്കും ടൈം പിന്നെയും ലേറ്റ്. അപ്പോൾ ഇതാ ഓരോരുത്തരായി എത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബോയ്സിനെല്ലാം ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. നമുക്കൊരു ഡ്രസ് കോഡ് എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ അവരെല്ലാം റെഡി ആയിട്ട് താഴെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഫൈനൽ ഇയേഴ്സ് എല്ലാവരും കൂടെ ഒപ്പം കോളേജിലോട്ട് പോകാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ആദ്യം ഇവരിവിടെ കുറേ ഷോയും കാര്യങ്ങളെല്ലാം നടത്തി. എന്തായാലും നമ്മുടെ ഫൈനൽ ഇയറാണ്, നമുക്ക് അടിപൊളിയായി എൻജോയ് ചെയ്യണം. കാരണം കോളേജ് ലൈഫൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ നഴ്സിംഗ് കോളേജസിൽ എപ്പോഴൊന്നും പ്രോഗ്രാം ഉണ്ടാവില്ല. അപ്പം ഉള്ളപ്പം നന്നായി അടിച്ചു പൊളിക്കുക, അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് സദ്യയെല്ലാം കഴിച്ചു. ഇനി നമുക്ക് ബാക്കി പ്രോഗ്രാമെല്ലാം വരുന്നത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വടംവലിക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും വെയിറ്റ് നോക്കാം. ഈ വെയിറ്റിനനുസരിച്ചിട്ട് നമ്മൾ അവരെ ടീമാക്കി സെറ്റ് ചെയ്യും. പിന്നെ ടീച്ചേഴ്സിൻ്റെ മ്യൂസിക്കൽ ചെയർ ആയിരുന്നു ഫസ്റ്റ് ഗെയിം. അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ വടംവലിയിലേക്ക് കിടന്നത്. ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ ഗെയിമും നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് നമ്മുടെ സമയം തികഞ്ഞില്ല. നമ്മൾ ഒരുപാട് ലേറ്റായിട്ടാണ് പ്രോഗ്രാം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് എല്ലാ പ്രോഗ്രാമും കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരു 2-3-4 ഗെയിംസ് മാത്രമാണ് നമുക്കന്ന് കണ്ടക്ട് ചെയ്യാൻ പറ്റിയത്. ഞാൻ പ്രോഗ്രാമിൻ്റെ ആങ്കർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ വീഡിയോസും അപ്പം വോയിസ് വെച്ച് എടുക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പം വോയിസ് ഓവർ ചെയ്യുന്നത്. മേ ബി നിങ്ങൾക്കിതിൽ ഒരുപാട്, മേ ബി അല്ല ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കുറ്റങ്ങളും ഒരുപാട് കുറവുകളും ഉണ്ടാകും. പക്ഷേ എന്നോട് ക്ഷമിക്കണം. കാരണം എനിക്ക് ഈ ഒരു ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവിടുത്തെ ആങ്കറിങ്ങും വീഡിയോ റെക്കോർഡിങ്ങും എല്ലാം കൂടി എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പാടായിരുന്നു. അപ്പം ഞാൻ വീഡിയോസ് എല്ലാം എടുത്തു വെച്ചിട്ട് പിന്നെ വോയിസ് ഓവർ ചെയ്യാന്നുള്ളൊരു മൈൻഡിലിരിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതത്ര സുഖമുള്ള പരിപാടിയല്ല. നമ്മൾ വിചാരിച്ച പോലെ എനിക്ക് ഈ ലോങ് വീഡിയോസ് വോയിസ് ഓവർ ചെയ്ത് എഡിറ്റ് ചെയ്യാൻ അത്ര പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും നമ്മുടെ കോളേജിലെയും നമ്മുടെ ലൈഫിലെയും കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്. അതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ മ്യൂസിക്കൽ ചെയർ കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ വടംവലി ആട്ടോ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ എല്ലാവരും ജൂനിയേഴ്സ് സീനിയേഴ്സ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വടമൊക്കെ വലിച്ചു. ഫസ്റ്റ് നമ്മളുടെ സീനിയേഴ്സിൽ ഗേൾസിൻ്റെ സൈഡിൽ നിന്ന് ഗേൾസാണ് കേട്ടോ ജയിച്ചത്, സീനിയേഴ്സാണ് ജയിച്ചത്. ബോയ്സിൻ്റെ സൈഡിൽ നിന്ന് ആരാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല.
അപ്പോൾ എല്ലാവരും നല്ല എനർജറ്റിക്കാണ്. കാരണം നമുക്കെപ്പോഴൊന്നും ഇങ്ങനെ പ്രോഗ്രാംസ് കിട്ടില്ല. ഒന്നാമത് നഴ്സിംഗാണ്, നഴ്സിങ്ങിന് പ്രോഗ്രാംസ് എല്ലാം കുറവാണ്. പിന്നെ ഇപ്പോഴാണെങ്കിലും ഓണം ഒന്നും ആരും ജൂലൈ 20 നടത്തില്ല. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും അവൈലബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ജൂലൈ 20 വെച്ച്, വേറൊരു നിവർത്തി നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങൾക്കൊരു സാധനം കാണാൻ പറ്റും. ഈ പഴക്കൊല ഉണ്ടല്ലോ, ഈ പഴക്കൊലയാണ് നമ്മുടെ ജയിച്ച ടീമിനുള്ള സമ്മാനം. ആ ഒരു പഴക്കൊലയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും കിടന്നിട്ട് വടം വലിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വൈബിൽ, അതായത് ഈ ഗെയിംസിൻ്റെയും ഇതിൽ ജയിക്കണം അങ്ങനെയൊക്കെ ഈ ഒരു ഇതിൽ, അതെല്ലാം ഒരു എന്താ പറയുക, നമുക്കൊരു ഇതാണ്, ഒരു എന്താ അപ്പം അതിന് കറക്റ്റ് ഞാൻ പറയുക, ലൈക്ക് വാശി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു വാശിയാണ് ഇത്. ജയിച്ച് നമ്മൾ തന്നെ ജയിക്കും, നമ്മൾ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ സീനിയേഴ്സിനൊരു വാശി ഉണ്ടാവും, ഇങ്ങനെ നമ്മളെ ജയിക്കുള്ളൂ, നമ്മളെ ഇതാക്കുള്ളൂ അങ്ങനെ. പിന്നെ അവിടെ ഫസ്റ്റ് നമ്മൾ ഡാൻസ് തുടങ്ങിയത് തിരുവാതിര വെച്ചിട്ടാണ്. പിന്നെ വേറെയും കുറേ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഡാൻസിൻ്റെ ഭാഗത്ത് കുറേ മ്യൂസിക് ഞാൻ കട്ട് ചെയ്ത് കളയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. അപ്പം 2-3-4 വീഡിയോസിൻ്റെ എല്ലാം ഇത് ഞാൻ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. മ്യൂസിക്കല്ലാണ്ട് ഡാൻസ് കാണാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മുടെ സിറ്റുവേഷൻസ് ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് വോയിസ് കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ കിടന്നത് DJ-യിലോട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ ക്ലിപ്സും ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ എഴുതിയ കണ്ണും പൊത്തിട്ടാ അത് മുറിയോളം തീർന്നില്ലട്ടാ.